ഒന്നുപോലും ബാക്കി വെക്കാറ് അനാഥ മക്കളുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തവരാണ് ഞാനെന്ന് മൂഫക്ക് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു രണ്ട് കൈ വിരിച്ചിട്ട് മൂഫക്കിനെ വാരിപ്പുണരുകയാ. എന്നിട്ട് പറയുന്നു, മൂഫക്കേ, നീ മക്കയിൽ പൊണ്ടാ, നീ മദീനയിൽ പൊണ്ടാ, പക്ഷേ നീ കാരണമായി സ്വീകരിക്കപ്പെടാത്ത ആയിരക്കണക്കാറ് ഹജ്ജ് ഈ വർഷം അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട മൂഫക്കിനോട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, യൂത്ത് ഫെഡറേഷന്റെ ജോലി വർഷത്തിലൊരു മതപ്രസംഗം നടത്തലല്ല, വർഷത്തിലൊരു എഴുന്നള്ളപ്പ് നടത്തലല്ല, വർഷത്തിലൊരു കുതിരസവാരി നടത്തലല്ല, വർഷത്തിൽ പള്ളിയുടെ മുമ്പ് ചെണ്ട കൊട്ടിക്കലല്ല, വർഷത്തിൽ പള്ളിയുടെ മുമ്പ് ഗാനമേള നടത്തലല്ല, വർഷത്തിൽ പള്ളിയുടെ മുന്നിൽ സിനിമാറ്റിക് ഡാൻസ് നടത്തലല്ല. യൂത്ത് ഫെഡറേഷന്റെ ചുണക്കുട്ടന്മാരുടെ അജണ്ട എന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ഈ പള്ളിയുടെ പണിയങ്ങോട്ട് പൂർത്തിയായി കഴിഞ്ഞാൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ഒരു അനാഥ കുഞ്ഞിന്റെ കണ്ണീരിന്റെ ശാപം കിട്ടാതിരിക്കാ, പാവപ്പെട്ടവരുടെ ശാപം കിട്ടാതിരിക്കാ, ക്യാൻസറും ട്യൂമറും ബാധിച്ച് പള്ളികൾ തോറും കർച്ചീഫ് വിരിച്ച് യാചിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന രോഗികളെ കണ്ടെത്തിയിട്ട് 1000-ആണെങ്കിലത് 10,000-ആണെങ്കിലത് എത്തിച്ചു കൊടുത്തുകൊണ്ട് ദുആ ചെയ്യിപ്പിച്ച് ഈ നാടിന്റെ സർവ്വവിധ ആപത്തും വിപത്തും ഇത്രയും ഒഴിവാക്കി ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ മുമ്പോട്ട് പോകുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മുടെ വീടിന്റെ മുമ്പിലേക്ക് കലണ്ടറുമായി കടന്നു വരുന്ന എപ്പിയും കുട്ടി ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവരെ അവഗണിച്ചോ? ഈ സമുദായം അനുഭവിക്കുന്ന കണ്ണീര് വലുതാ. വയഹ്ദീ ഇലാ അദാബി സഈർ, നരകത്തിന്റെ 4ാമത്തെ കവാടം അവർക്കുള്ളതാ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നരകത്തിന്റെ ഭയാനകരമായ 5ാമത്തെ കവാടം, ഇതുവരെ പറഞ്ഞ ഒരു കവാടത്തിന്റെ ചെറിയ വാക്കുകളല്ല ഇതിനു വേണ്ടി അല്ലാഹു ഉപയോഗിച്ചിരിക്കുന്നു. ഇത്രയും നേരം പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഭീഷണിയുടെ സ്വരത്തിൽ മാത്രം ഖുർആൻ സംസാരിക്കുന്ന നരകത്തിന്റെ കവാടം 5ാമത്തെ കവാടം. എന്താണ് ഖുർആൻ പറഞ്ഞത്? അവരെ കൊണ്ടുപോകുന്നതെങ്ങനെയാണ്? 5ാമത്തെ കവാടത്തിലൂടെ കൊണ്ടുപോകുന്നതെങ്ങനെയാണ്? യൗമ യുസ്ഹബൂന അലാ വുജൂഹിഹിം ലൂഖൂ മസ്സ സഖർ. സഖർ എന്ന പേരുള്ള നരകത്തിന്റെ 5ാമത്തെ കവാടത്തിലേക്ക് കൊണ്ടുപോകുന്നത് മുഖം കുത്തിവലിച്ചുകൊണ്ടാണ്. എന്നിട്ട് അതിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറയുമത്രേ, ദൂഖൂ മസ്സ സഖർ, സഖറിന്റെ രുചി നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്ന് അല്ലാഹു പറയുമത്രേ. മാത്രമല്ല, അലൈഹാ 19 മലക്കുകൾ സക്കറിന് വേണ്ടി മാത്രം അല്ലാഹു പടച്ചിരിക്കുകയാണ്. 19 മലക്കുകൾ. എന്നിട്ടോ കുല്ലമാ നളിജത്തു ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖൽ അദാബ്. നരകത്തിന്റെ പരിപൂർണ രുചി അറിയാൻ വേണ്ടി ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ കരിഞ്ഞു പോകുമ്പോ വീണ്ടും വീണ്ടും അല്ലാഹു ശരീരത്തിലേക്ക് ഭാഗങ്ങളെ വെച്ചുപിടിപ്പിച്ചു കൊടുക്കുക. ഇത്രത്തോളം കഷ്ടപ്പെടാൻ ഏത് ഹതഭാഗ്യനാണ് സക്കറിലൂടെ കടന്നു പോകുന്നത്? ഇൻഷാ അല്ലാഹ് അത് പറയാം. അതും 2 വിഭാഗം, 2 തെറ്റ് ദുനിയാവിൽ ചെയ്തവരാണ്. നരകത്തിന്റെ ഏറ്റവും മോശമായ, ഏറ്റവും വൃത്തികെട്ട അദാബ് ഈ സഖറിലാണ് എന്ന് പണ്ഡിതന്മാര് പറയുന്നു. അള്ളാഹു അതിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിന്റെ കവാടങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും ഭയാനകരമായ അള്ളാഹു പറഞ്ഞ കവാടം, അതിലേക്ക് കടക്കുന്നവരാരാണെന്ന് അവര് തന്നെ പറയാം. അവരോട് ചോദിക്കുന്നു, മാ സലക്കക്കും ഫീ സഖർ, എന്തുകൊണ്ട് നിങ്ങൾ ഈ സഖറിലായി എന്ന് ചോദിക്കുമ്പോ അവര് പറയുന്നു, ഒന്ന് ഖാലു ലം നകു മിനൽ മുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല, ഞങ്ങൾ ഫിത്ന ഉണ്ടാക്കുന്നവരായിരുന്നു, ഞങ്ങൾക്ക് നിസ്കാരമില്ല, ഞങ്ങൾ അള്ളാഹുവിന്റെ ഇൽമിന്റെ വേദിയിൽ പോയി ഇൽമ കേൾക്കും പക്ഷെ നിസ്കരിക്കില്ല, ഞങ്ങൾ അള്ളാഹുവിന്റെ ദീനിനോട് താല്പര്യം കാണിക്കാൻ ഞങ്ങൾ നിസ്കരിക്കൂല, ഇബാദത്തില്ലാത്തവരാ. ലം നകു മിനൽ മുസല്ലി,
രണ്ടാമത്തെ കാരണം അവർ പറഞ്ഞത് വലം നക്കുന്നു തെയ്മുൽ മിസ്കീൻ, പാവപ്പെട്ടവരെ നമ്മൾ പരിഗണിക്കൂല, അവർക്ക് ഭക്ഷണം കൊടുക്കൂല, അവരെ സ്നേഹിക്കൂല, നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം എന്ന് പറഞ്ഞു നടക്കുന്നവരാ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആറാമത്തെ കവാടത്തിന്റെ പേര് ജഹീം എന്നാണ്. കടക്കുന്നവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൽ ജഹീം. അവിശ്വാസികൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് ലോകത്ത് എന്തൊക്കെ ഗുണപാഠത്തിനുള്ള പാഠവങ്ങളല്ല പഠിപ്പിച്ചു കൊടുത്താലും അതൊക്കെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് ജീവിക്കുന്ന ധിക്കാരികളായ നിഷേധികളായ വിഭാഗം. ഏഴാമത്തത് ഹാവിയ. വമാമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നന്മ തിന്മ തൂക്കി നോക്കുമ്പോ നന്മയിൽ ഏറ്റവും ഭാരം കുറഞ്ഞവർ അവർക്ക് അല്ലാഹു കൊടുക്കുന്നത് ഹാവിയ എന്ന നരകമാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളിൽ ഏറ്റവും എളുപ്പവഴി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദുആയാണ്. മഗ്രിബ് നിസ്കാരത്തിന് ശേഷവും സുബ്ഹി നിസ്കാരത്തിന് ശേഷവും. ഇന്നലെ വരെ ആ ദുആ നമ്മൾ പറഞ്ഞവരാണ്, ഓതിയവരാണ്. എന്നാൽ ഇന്നു മുതൽ, ഇന്നത്തെ സുബ്ഹി മുതൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു വല്ലാത്ത താല്പര്യം തോന്നിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ എല്ലാവരും ആ ദുആ സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ 7 പ്രാവശ്യം സലാം വീട്ടി ആ ഇരുത്തത്തിലിരുന്നു കൊണ്ട് അല്ലാഹുമ്മ അജ്റുനീ മിനന്നാർ, അല്ലാഹുമ്മ അജ്റുനീ മിനന്നാർ, അല്ലാഹുവേ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന്, അതിന്റെ കവാടങ്ങളിൽ നിന്ന്, അതിന്റെ ഭയാനകതയിൽ നിന്ന്, അതിന്റെ ഭയപ്പെടുത്തലിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമെന്നുള്ളതുവാ. ഈ 2 സമയം അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന സമയമാണ്. ആ 2 സമയങ്ങളിൽ മനസ്സു നൊന്ത് ഈ ദിക്ർ ശരിക്കും നമ്മൾ പറയുക. അള്ളാഹു തൗഫീക്ക് തരുമാറാകട്ടെ. നമ്മുടെ ജീവിതം അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഇൽമിന്റെ വേദി ഞങ്ങളുടെ സദസ്സിൽ നിന്ന് പിരിയുമ്പോ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് സങ്കടത്തോടെ കണ്ണീരോടെ പിരിയുമ്പോ ഇൻഷാ അല്ലാഹ് ഈ യൂത്ത് ഫെഡറേഷന്റെ പ്രവർത്തകർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ദീനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടത്താൻ ഇനി ബാക്കിയുണ്ട്. അതൊക്കെയും ഇൻഷാ അല്ലാഹ് ഒരു പ്രതീക്ഷ പോലെ അവർ വെച്ചിരിക്കുകയാണ്. തുണ്ടെഴുതി അവർ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് വരെ അങ്ങോട്ട് മാറ്റിക്കളയാം എന്നൊരു തോന്നലൊന്നും വേണ്ട. അല്ലാഹു തആല അതൊക്കെ മാറ്റി നന്മയുടെ ചിന്ത അല്ലാഹു ആ തലമുറയ്ക്ക്, സഹോദരങ്ങൾക്ക് വളർത്തിയെടുക്കാനുള്ള ആ തൗഫീഖ് അല്ലാഹു കൊടുക്കട്ടെ. അവരുടെ തിന്മകളെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഈ നന്മയുടെ നാടിൽ തുടക്കം കുറിക്കുന്ന പള്ളിയുടെ കീഴിലുള്ള എല്ലാ പരിപാടികളും അല്ലാഹു പരിപൂർണമായും വിജയിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ദുആയിലേക്ക് കടക്കാണ്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വനബിയിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഔദാര്യവാനായ കരുണക്കടലായ പടച്ചവനെ, സാധുക്കളാറെ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിന് നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു, എത്രയെത്ര ദൂരത്തു നിന്നാണ് സഹോദരങ്ങൾ, സഹോദരിമാര് കുഞ്ഞുമക്കളെയും കൊണ്ട് വാത് കേൾക്കാനെത്തിയത് തമ്പുരാനെ. അല്ലാഹുവേ, ദുആഇന് ഇജാബത്ത് നീ കൊടുക്കണേ അല്ലാ. എന്ത് ആഗ്രഹമാണോ, എന്ത് ആവശ്യമാണോ ഈ സദസ്സിൽ നിറഞ്ഞ മജ്ലിസിൽ അവര് കൊതിക്കുന്നത് അത് നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അഞ്ചൽ പെട്ടിയിലെ നിഷാദ് എന്ന പ്രിയ കൂട്ടുകാരന് രോഗശാന്തി കൊടുക്കണേ അല്ലാ. ആ സഹോദരനെ സഹായിക്കാൻ ആരൊക്കെ മനസ്സ് വെക്കുന്നുവോ ആ സഹായം നീ പരിപൂർണമായും സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു, ആ സഹോദരന് വന്നുപോലെ അവസ്ഥ ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും നീ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ റഹ്മാനേ, ഇൽമിന്റെ വേദിയിൽ കൊണ്ടുപോയ കവറിന്റെ അകത്ത് ധാരാളം സ്വതക്ക ഇട്ട് കൊണ്ടുവന്ന സഹോദരങ്ങൾ, അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് വിജയം കൊടുക്കണേ അല്ലാ. അവരുടെ ആവശ്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അല്ലാഹുവേ, അതെല്ലാം നീ പരിപൂർണമായും നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഈ പരിപാടിക്ക് വേണ്ടി സൗകര്യപ്പെടുത്തി തന്ന അല്ലാഹു, ഈ സ്കൂൾ ഗ്രൗണ്ട് ഒരുക്കി തന്ന സ്കൂൾ മാനേജ്മെന്റിനെ നീ അനുഗ്രഹിക്കണേ നാഥാ. എല്ലാവിധ ഉദ്ദേശ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഈ സ്കൂൾ
സ്കൂളിനെ നീ വളർത്തണേ അല്ല. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് എല്ലാ നിലയിലുമുള്ള ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണേ അല്ല. ഇൽമു പറയാൻ വേണ്ടി അവസരം ഒരുക്കി തന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ല. പടച്ചവനെ, ഇതിന്റെ പ്രചരണത്തിന് വേണ്ടി നോട്ടീസ് അടിക്കാൻ, പോസ്റ്റർ അടിക്കാൻ, ഫ്ലക്സ് ബോർഡ് അടിക്കാൻ ഒരുപാട് സ്ഥാപനങ്ങളാണ് ഓഫർ ചെയ്തത്. എല്ലാവരുടെയും പേര് പറയാൻ കഴിയില്ല. അല്ലാഹുവേ, ആ മുഴുവൻ സ്ഥാപനങ്ങളെയും നീ വളർത്തണേ അല്ലാ. എല്ലാവിധ നഷ്ടങ്ങളിൽ നിന്നവരെ കാത്തുരക്ഷിക്കണേ അല്ലാ. പടച്ചവനെ, എല്ലാ നിലയിലും അവർക്ക് നീ വിജയം കൊടുക്കണേ നാഥാ. അല്ലാഹുവേ, വാഹനങ്ങളിൽ വന്നവരെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരുപാട് ദൂരസ്ഥലത്തേക്ക് തിരിച്ചു പോകാനുള്ളവരുണ്ട്. നിന്റെ കൂട്ടുകാരായ ഒരുപാട് സഹോദരങ്ങൾ, ഷൗക്കിയെ പോലെ, മുഹമ്മദിനെ പോലെ, അല്ലാഹു അൻസാറിനെ പോലെ, ഷാമോനെ പോലെ, സാമിനെ പോലെ, സനൂഫറിനെ പോലെ, അല്ലാഹുവേ ശിഹാബിനെ പോലെ, അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന സഹോദരങ്ങൾ, പേര് പറഞ്ഞാൽ അല്ലാഹുവേ ഒരുപാട് സ്ഥലങ്ങൾ പറയാനുണ്ട്. അവിടെ നിന്നൊക്കെ വന്ന മുഴുവൻ കൂട്ടുകാരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ നിലയിലുള്ള വിജയം കൊടുക്കണേ അല്ലാ. എന്റെ കാസറ്റിലൂടെ ഒരു പാവപ്പെട്ട സഹോദരന്റെ കുടുംബത്തിന്റെ കഥ കേട്ടിട്ട് യതീമാരെ കുടുംബത്തെ സഹായിക്കാനായി സ്വതക്കേൽപ്പിച്ച സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇൽമിന്റെ വേദിയിൽ നിന്ന് അല്ലാഹുവേ പടച്ചവനെ 27,000 രൂപയ്ക്ക് റാഡോ വാച്ച് കൊണ്ടുപോയ പ്രിയപ്പെട്ട സഹോദരനെ അനുഗ്രഹിക്കല്ല. അതിനുവേണ്ടി മത്സരിച്ചു പറഞ്ഞ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണേ അല്ല. അല്ലാഹുവേ, അതൊരു നഷ്ടമാക്കി കൊടുക്കല്ല തമ്പുരാനെ. ബക്കറ്റിലേക്ക് സ്വതക്കയിട്ടവര് പാലും തേനും നെയ്യുമൊക്കെ കൊണ്ടുപോയവര്, ഇന്നലെ കൊണ്ടുപോയ സാധനങ്ങൾ കൊണ്ടുപോയ ബറക്കത്തിന് വേണ്ടി കൊതിച്ചവര്, മുട്ടയടക്കം അല്ലാഹുവേ ഇൽമിന്റെ വേദിയിൽ നിന്ന് എന്തു കൊണ്ടുപോയോ അവർക്ക് മുഴുവനും നാദാ സ്വർഗീയാരാമത്തിന്റെ ബറക്കത്ത് നീ കൊടുക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരും ആമീൻ പറയുമ്പോൾ ഓരോ ആഗ്രഹങ്ങൾ മനസ്സിൽ കാണുന്നവരാണ്. ഭാര്യയുടെ പ്രസവം, മക്കളുടെ രോഗശാന്തി, കച്ചവടത്തിന്റെ ബറക്കത്ത്, ആഫിയത്ത്, നല്ല സ്വഭാവം, ഭർത്താവിന്റെ നന്നാവല്, ഭാര്യയുടെ ജീവിത വിജയം, അങ്ങനെ ഒരുപാട് മാതാപിതാക്കളുടെ മഗ്ഫിറത്ത്, ഉമ്മാടെ രോഗശാന്തി, ഉപ്പാടെ പാപം പൊറുക്കല്, അല്ലാഹുവേ സ്വന്തം ജീവിതത്തിന്റെ വിജയം, അങ്ങനെ എന്തെല്ലാം വീടില്ലാത്തവര് വീട് മോഹിക്കുമ്പോ, മക്കളില്ലാത്തവര് മക്കളെ കൊതിക്കുമ്പോ, അല്ലാഹു എന്റെ കയ്യിലേക്ക് തേൻ തന്നിട്ട് മന്ത്രിച്ചു തരണം ഉസ്താദെ മക്കളില്ലെന്ന് പറഞ്ഞ യവീർ ഉസ്താദിന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അല്ലാഹുവേ ആ സഹോദരന് മക്കളെ കൊടുക്കണേ അല്ലാ. അങ്ങനെ 100 കണക്കായ ലക്ഷങ്ങൾ ആവശ്യങ്ങൾ എല്ലാം നിന്റെ മുന്നിൽ നിരത്തിവെക്കുന്നു അല്ലാ. അത് മുഴുവനും നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് അന്യമതത്തിൽപ്പെട്ട ഇതര മതസ്ഥരായ സഹോദരങ്ങൾ ഈ പരിപാടിയുമായി സഹകരിച്ചിട്ടുണ്ടല്ല. ഈ നാട്ടിൽ ഈ പള്ളി വരണമെന്ന് കൊതിച്ചവരാണ് നാഥ. നിന്റെ പരിസരത്ത് താമസിക്കുന്ന ക്രിസ്തീയ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ല. അല്ലാഹുവേ, സുദീഷ് എന്ന് പറയുന്ന ഇതര മതത്തിൽപ്പെട്ട ഒരു സഹോദരൻ പ്രത്യേകിച്ച് ഉസ്താദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ സഹോദരന്റെ എല്ലാ നിലയിലും നീ വിജയിപ്പിക്കണേ അല്ല. ഹിദായത്ത് കൊടുക്കണേ അല്ല. അല്ലാഹുവേ, ഞങ്ങളുടെ പള്ളിയെ നീ വളർത്തണേ അല്ല, ഉയർത്തണേ അല്ല. പരിസരത്തുള്ള എല്ലാ മഹല്ലുകളെയും നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. അതിന്റെ പ്രവർത്തകർക്ക് അല്ലാഹുവേ ഇതുപോലെ നല്ല നല്ല പരിപാടികളുമായി മുന്നോട്ട് പോയി സമുദായത്തിന്റെ നന്മ ലക്ഷ്യമിടുന്ന മനസ്സ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഇപ്പോഴും ചില ആൾക്കാർ കരുതിയിരിക്കുന്നത് ഇതൊരു വെല്ലുവിളിയുടെ പരിപാടിയാണ്, ആരെയോ തോൽപ്പിക്കാനുള്ളതാണ്, ആരെയോ തകർക്കാനുള്ളതാണ്. ഒരിക്കലുമല്ല റബ്ബേ. നല്ല ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച്, സമുദായത്തിന് നന്മ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് പൊതുജനങ്ങളിൽ 99% ഒരുമിച്ച് നിൽക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ പരിപാടിയല്ല, ഒരാളുടെ പരിപാടിയല്ല. ഇത്രയും